ചേച്ചി, രാഹുൽ മാങ്കൂട്ടത്തിന്റെ വിഷയത്തില് ആദ്യം മുതൽ അല്ലെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പരാതികളൊക്കെ വരുമ്പോൾ ഉയർന്നു കേട്ടൊരു പേരായിരുന്നു ഫെനിയുടേത്. കാര്യം ഫെനിയാണ് രാഹുലിന്റെ അടുത്ത സുഹൃത്താണ്, എന്താണ് കോൺഗ്രസ്സുകാരൻ അല്ലെങ്കിൽ യൂത്ത് കോൺഗ്രസ്സുകാരനാണ്. അപ്പൊ ഫെനി ആ രണ്ടാമത്തെ പരാതിയില് ഫെനിയുടെ പേരുണ്ടായിരുന്നു. ഈ പറയുന്ന പോലെ രണ്ടാമത്തെ പരാതിക്കാരിയെ ഹോം സ്റ്റേയിൽ എത്തിച്ചത് വാഹനം അല്ലെങ്കിൽ ഫെനിയാണ് കൊണ്ടെത്തിച്ചതെന്ന് പറഞ്ഞിട്ട് ഒരു പരാതി ഉണ്ടായിരുന്നു. അന്ന് മാധ്യമങ്ങൾ ഇത് ചോദിക്കുകയും ഫെനി അത് നിഷേധിക്കുകയും ചെയ്തു. അതിനുശേഷം ഇന്നലെ ഫെനി ഒരു പോസ്റ്റ് ഇട്ടിരുന്നു. ഫെനി അതിന്റെ അകത്ത് പറയുന്നത് ഈ മൂന്നാം പരാതിക്കാരി ആരാണെന്ന് ഇതുവരെയും വ്യക്തമായിട്ടില്ല. അപ്പം അവര് സ്വാഭാവികമായും പരാതിക്കാരി അല്ലെങ്കിൽ അതിജീവിതയാവുമ്പോൾ അവരുടെ പേരോ വിവരങ്ങളോ വെളിപ്പെടുത്താനാകില്ല, അറിയില്ല. പക്ഷേ ഫെനിയുമായി അവർ ഈ പറയുന്ന പോലെ ഈ KSUവിന് വേണ്ടിയിട്ട് 5000 രൂപ അതിന്റെ കാർഡ് തിരിച്ചു കൊടുത്തു, മീൻസ് അതിന്റെ കൂപ്പൺ തിരിച്ചു കൊടുത്തിരുന്നു എന്നും അതിന്റെ ഫോട്ടോ സോഷ്യൽ മീഡിയ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഫെനി പറഞ്ഞത്. എന്നിട്ട് ഫെനി മറ്റൊരു കാര്യം പറഞ്ഞു, എനിക്ക് ഈ പറയുന്ന പോലെ രാഹുൽ മാങ്കൂട്ടവും ഇവരുമായി ഇങ്ങനെ ഒരു അടുപ്പം ഉണ്ടായിരുന്നു എന്നുള്ള കാര്യം അറിയില്ല. പിന്നീട് ഫെനി പറഞ്ഞ കാര്യം, രണ്ടാം പരാതിക്കാരിൽ ഈ ഹോം സ്റ്റേയിൽ കൊണ്ടുപോയി താനാണെന്ന് പറയുന്നുണ്ടല്ലോ. അങ്ങനെയാണെങ്കിൽ പോലീസ് എന്നെ എന്തുകൊണ്ട് അറസ്റ്റ് ചെയ്തില്ല, എന്നെ ചോദ്യം ചെയ്തിട്ട് വിട്ടയക്കുകയാണ് ചെയ്തത്. ഞാൻ വെറുതെ പറയുകയാണ്, അല്ലെങ്കിൽ ഞാൻ പറയുന്നതിൽ സത്യമില്ലായിരുന്നുവെങ്കിൽ എന്നെ ഒരിക്കലും പോലീസ് വെറുതെ വിട്ടയക്കില്ലല്ലോ. അത് പക്ഷെ വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. കാരണം ഒരിക്കലും ഫെനിയെ സംരക്ഷിക്കാൻ, ഫെനിയുടെ ഭാഗത്തൊരു തെറ്റുണ്ടെങ്കിൽ ആഭ്യന്തര വകുപ്പിന്റെ പോലീസ് ഫെനിയെ വെറുതെ വിടില്ലല്ലോ. അത് കാര്യം യൂത്ത് കോൺഗ്രസ്സുകാരനാണ്, രാഹുലിന്റെ അടുത്ത സുഹൃത്താണ്. ഫെനിയെ പൂട്ടാൻ കഴിഞ്ഞാൽ അത് ഈ പറയുന്ന പോലെ ആഭ്യന്തര വകുപ്പിന്റെ വിജയമായിട്ട് കണക്കാക്കേണ്ടി വരും. ലക്ഷ്യം രാഹുൽ മാത്രമല്ലേ, പിന്നെ എന്തിന് ഫെനിയെ പൊക്കണം? ആയിക്കോട്ടെ, പക്ഷേ ഫെനിയുടെ പേര് 2 പരാതിയിലും വന്നിട്ടുണ്ടല്ലോ, അല്ലെങ്കിൽ 2 പ്രാവശ്യവും ഫെനിയുടെ പേര് പരാമർശിക്കപ്പെടുന്നുണ്ടല്ലോ. അത് ഇന്നലെ ഫെനി പറഞ്ഞിരുന്നു. അത് കഴിഞ്ഞ് മൂന്നാം പരാതിക്കാരി ഫെനിയെ പോസ്റ്റിൽ പറയുന്നുണ്ട്, മൂന്നാം പരാതിക്കാരിയുടെ പേരോ വിവരങ്ങളോ ഒന്നും ഞാൻ, കാര്യം ഇപ്പൊ എന്തെങ്കിലും ഒരു സൂചന കൊടുത്താൽ പോലും കേസ് എടുത്ത് അകത്താക്കും എന്നുള്ളത് കൊണ്ട് തന്നെയാണ് ഫെനി പറഞ്ഞത്. മൂന്നാം പരാതിയിലും തന്റെ പേര് വന്നിട്ടുണ്ട്, തന്റെ പക്കൽ തെളിവുകളുണ്ട്. ഫെനി കഴിഞ്ഞ ദിവസത്തെ പോസ്റ്റ് പറഞ്ഞു, ഞാനത് പല മാധ്യമ പ്രവർത്തകരോടും, എന്നോട് സംസാരിച്ച പല മാധ്യമ പ്രവർത്തകരോടും അത് നൽകാമെന്ന് പറഞ്ഞപ്പോ അവർക്കാർക്കും അത് വാങ്ങാൻ അല്ലെങ്കിൽ അവർക്കാർക്കും അത് വേണ്ടായിരുന്നു, അല്ലെങ്കിൽ ആ തെളിവുകൾ ആരും സ്വീകരിക്കാൻ തയ്യാറായില്ല എന്ന് പറയുന്നുണ്ട്. എന്നിട്ട് അപ്പൊ അതെന്താണ്, അവർക്ക് വേണ്ടത് ഈ പറയുന്ന പോലെ തെളിവുകളല്ല, അവർ ഒരു കാര്യം തീരുമാനിച്ചിട്ടുണ്ട്, അതിലേക്ക് കൊണ്ടെത്തിക്കാനാണ് ശ്രമിക്കുന്നതെന്ന് ഫെനി ഇന്നലെ ഒരു പോസ്റ്റിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് എന്നിട്ട് ഫെനി കുറച്ച് ഈ പറയുന്ന പോലെ മാധ്യമ പ്രവർത്തകരുടെ രീതി, PR കപ്പുകൾ PR വർക്കിലൂടെ സപ്പോർട്ട് ചെയ്യുന്ന സർക്കാർ വിമർശിച്ചുകൊണ്ടാണ് ഫെനി മുഖ്യമന്ത്രിയുടെ കപ്പും അതൊക്കെ ഫെനി പറയുന്നുണ്ടായിരുന്നു. പിന്നെ രാഹുൽ തെറ്റ് ചെയ്തിട്ടുണ്ടോ എന്ന് ഉള്ളത് കോടതിയാണ് തീരുമാനിക്കേണ്ടത്. പക്ഷെ ഇത്രത്തോളം വേട്ടയാടിയിട്ട് അയാൾ തെറ്റുകാരനല്ല എന്ന് തെളിഞ്ഞാൽ എന്ന് പറഞ്ഞ് ഫെനി ഒരു പോസ്റ്റ് ഇട്ടിരുന്നു. അല്ല, വേട്ടയാടൽ മാത്രമാണ് ലക്ഷ്യം. ഇപ്പൊ ഇത് കേസ് നടക്കുമ്പോൾ എന്തായാലും രാഹുൽ ഊരിപ്പോരും എന്നുള്ള കാര്യത്തിൽ ഈ പോലീസുകാർക്കും സംശയമില്ല, ഈ ആരോപിക്കുന്നവർക്കും സംശയമില്ല. പക്ഷേ അതുവരെയുള്ള കാലഘട്ടത്തിൽ രാഹുലിനെ മുൾമുനയിൽ നിർത്തുക, അയാളെ താറടിക്കുക, എടോ P വിജയ എന്ന് വിളിച്ച രാഹുലിനോട് തോന്നിയ പക, അത് എവിടെയാണത് വ്യക്തമാകുന്നതെന്ന് അറിയാമോ? ഈ രാഹുലിനെ പോലീസ് വാനിൽ കൊണ്ടുവരുമ്പോ ഈ കൂടി നിന്ന് ആക്രോശിക്കുകയാണ് ആൾക്കാർ. വിളിയടാ നീ, ഇനി എടോ P വിജയ എന്ന് നീ വിളിക്കുക, ഇനി നീ വിളിക്കുന്നത് കാണട്ടെ എന്ന് അവർ ആക്രോശിക്കുകയാണ്. അപ്പൊ അന്ന് രാഹുൽ അന്ന് ആ ചോദ്യം ഉന്നയിച്ചതിന്റെ പേരിലുള്ള പ്രതികാരമാണ് ഈ നടപടികൾ എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ആ ഹോട്ടൽ മുറിയിൽ പോയി പോലീസ് രാഹുലിനെ പിടികൂടാൻ പോകുമ്പോൾ പറയുന്നു, അപ്പൊ രാഹുൽ ചോദിക്കുന്നു ഏത് കേസ് എന്ന് ചോദിക്കുന്നു. അപ്പോൾ ഈ പോലീസ് അകത്തേക്ക് കയറി അയാളെ കൊണ്ടുവരാൻ നോക്കുമ്പോ പോലീസ് നിർദ്ദേശം കൊടുക്കാണ്, വീഡിയോ എടുക്കുന്ന്. എല്ലാവരെയും പ്രതികളെ പിടിക്കുമ്പോൾ പോലീസ് ഇങ്ങനെ മാധ്യമ പ്രവർത്തകരെ കൊണ്ടുപോയി വീഡിയോ പിടിക്കാൻ പറയില്ല. ഇത്രയും പ്രചാരം കൊടുക്കാറുണ്ടോ? ഇല്ല. പോലീസ് സ്റ്റേഷനിൽ പോയി മൊബൈൽ ഉപയോഗിക്കരുത് എന്ന് കർശന നിർദ്ദേശം കൊടുക്കാൻ അവർക്കറിയാം പല സാഹചര്യങ്ങളിലും. പക്ഷെ ഈ ഒരു കേസിൽ രാഹുലിനെ നാറ്റിക്കുക, രാഹുലിനെ ഇല്ലാതാക്കുക എന്നുള്ള ഒരു കൃത്യമായ ഒരു അജണ്ട അവിടെ ഉണ്ട്. അപ്പോൾ നമ്മൾ ഇപ്പോഴും പറയുന്നു, രാഹുൽ അങ്ങനെ ഒരു തെറ്റ് ചെയ്തിട്ടുണ്ട്. രാഹുൽ തന്നെ മറ്റൊരു ചാനൽ ചർച്ചയിൽ സ്ത്രീകൾക്ക് വേണ്ടി പറയുന്ന ഒരു റീൽ ഇപ്പൊ പ്രചരിക്കുന്നുണ്ട്. രാഹുൽ പറയുന്നുണ്ട്, സ്ത്രീകളെ പീഡിപ്പിക്കുന്നവരാരായാലും അവർ ശിക്ഷിക്കപ്പെടണം. എന്നിട്ട് അതിന്റെ കൂടെ അതിനിപ്പോ രാഹുൽ ഗാന്ധി ആണെങ്കിൽ പോലും അത്തരം ഒരു കുറ്റകൃത്യം ചെയ്തിട്ടുണ്ടെങ്കിൽ ശിക്ഷിക്കപ്പെടണം എന്ന രീതിയിൽ രാഹുൽ ഒരു ചാനൽ ചർച്ചയിൽ പറയുന്നുണ്ട്. എന്റെ അഭിപ്രായം അത് തന്നെയാണ്. ഞാൻ ആദ്യം മുതലേ പറഞ്ഞു, രാഹുൽ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ രാഹുലിന് ശിക്ഷ ലഭിക്കുക തന്നെയാണ്. പക്ഷെ അത് വെറും രാഷ്ട്രീയ പകപോക്കലിന് വേണ്ടിയിട്ടുള്ളതാകരുത്. പിന്നെ ഇനിയിപ്പോ ഇതിന്റെ അകത്ത് ഈ പറയുന്ന പോലെ 3 കേസുകൾ ഏകദേശം സമാന രീതിയിലുള്ള കേസുകളാണ്. ഇന്നിപ്പോ ഫെനി പുറത്തുവിട്ട അതായത് ഇപ്പൊ ഈ മൂന്നാമത്തെ പരാതിക്കാരിയും ഫെനിയും തമ്മിൽ നടന്ന ഒരു ചാറ്റിന്റെ സ്ക്രീൻഷോട്ടാണ് ഫെനി പുറത്തുവിട്ടിട്ടുള്ള അതിലുള്ള കണ്ടന്റ്. അല്ല ചേച്ചി, അതിന്റെ അകത്ത് മറ്റൊരു കാര്യം കൂടിയുണ്ട്. ഈ ഫെനി പുറത്തുവിട്ടിട്ടുണ്ട് ചാറ്റുകൾ. അപ്പൊ ഈ പറയുന്ന പോലെ അവരെ മൃഗീയമായി പീഡിപ്പിച്ചു എന്നാണ് അല്ലെ? അവരുടെ ആവശ്യപ്രകാരമല്ലേ റൂം എടുത്തത്?
ഓഫീസിൽ സംസാരിച്ചാൽ പോരെ എന്ന് ആ ചാറ്റിൽ ചോദിക്കുന്നുണ്ട് ഫെനി. ഇപ്പോ ഫെനി പുറത്തുവിട്ട ആ ചാറ്റുകൾ പ്രകാരം 2024 ഏപ്രിലാണ് ഇവർ പറയുന്നതനുസരിച്ച്, ഇവരുടെ പരാതിയിൽ പറയുന്നതനുസരിച്ച് 2024 ഏപ്രിൽ ഇവർ രാഹുലിനാൽ ബലാത്സംഗം ചെയ്യപ്പെട്ടു എന്നാണ് പറയുന്നത്. അത് കഴിഞ്ഞ് 2025 ഒക്ടോബറിൽ ഇവർ രാഹുലിനെ കാണണം, സ്വകാര്യമായി സംസാരിക്കണം, അത് ഓഫീസിൽ പോരാ എന്നൊക്കെ അവർ ആവശ്യപ്പെടുന്നുണ്ട്. അതിലെന്തായാലും ഒരു വൈരാഗ്യ ബുദ്ധിയോടെ ഉള്ള ഒരു ആവശ്യമായിട്ട് കാണാൻ കഴിയുന്നില്ല അതില്. അല്ല, ഈ പറയുന്ന പോലെ രാഹുലിനെ കാണണം എന്നാണ് പറയുന്നത്. ഫെനിയോടാണ് പറയുന്നത്, ഫെനിയോടാണ് ആവശ്യപ്പെടുന്നത്. ഈ പറയുന്ന പോലെ എപ്പോഴാണെങ്കിലും കുഴപ്പമില്ല, ആളൊറ്റയ്ക്കായിരിക്കണം, തിരക്കില്ലാത്ത സമയമായിരിക്കണം, വേറെ പ്രോഗ്രാം ഒന്നും ഉണ്ടാകരുത്, നൈറ്റ് ആയാലും ഓക്കെയാണ്. പരാതിക്കാരി പറയുന്നതാണ്. ഐ പ്രിഫർ ഹിസ് ഫ്ലാറ്റ്, സേഫ് പ്ലേസ് വേണം, സമാധാനമായിട്ട് സംസാരിക്കണം, സമയം വേണം, അത്രേ ഉള്ളൂ എന്ന് പറയുന്നുണ്ട്. അപ്പം ഫെനി ഓക്കെ പറയുന്നുണ്ട്. ഇനിയിപ്പോ അടുത്ത മാസമായാലും പ്രശ്നമില്ല, പക്ഷെ അതിനപ്പുറം പോകാൻ പാടില്ല. അപ്പൊ ഫെനി എന്തോ ഒരു ഓഡിയോ ഇട്ടിട്ടുണ്ട്, എനിക്ക് എവിടെ ആയാലും കുഴപ്പമില്ല, സേഫ് പ്ലേസ് ആയിരിക്കണം എന്ന് പറയുന്നുണ്ട്. പിന്നീട് ഫെനി ഈ ചാറ്റിന്റെ അകത്ത് പറയുന്നുണ്ട്, ഞാൻ രാഹുലിനോട് ചോദിച്ചിട്ട് പറയാന്ന് പറയുമ്പോൾ ഓഫീസ് ഓക്കെ ആണോ എന്ന് ചോദിക്കുമ്പോൾ ഇവരാണ് പറയുന്നത് ഓഫീസ് അല്ല, ഓഫീസ് കംഫർട്ടബിൾ അല്ല, അങ്ങോട്ട് എല്ലാവർക്കും ആക്സസ് ഉള്ളതല്ലേ, പിന്നെ എം പിയുടെ ഓഫീസിൽ ആക്സസ് ഉണ്ടായിരിക്കുമല്ലോ, എത്ര സമയം വേണമെന്ന് ചോദിക്കുമ്പോൾ 3 to 4 മണിക്കൂർ എനിക്ക് വേണം, മിനിമം 3 to 4 മണിക്കൂർ എനിക്ക് വേണം എന്നാണ് പറയുന്നത്. പിന്നെ ഒരു എന്താണ് 3 to 4 മണിക്കൂർ അവർക്ക് വേണമെന്ന് പറഞ്ഞു. ഇനി ഈ പറഞ്ഞതെല്ലാം തിരിച്ചായിരിക്കുമോ? 3 മണിക്കൂർ പീഡിപ്പിച്ചു എന്ന് പറയുന്നത് ആരെ പീഡിപ്പിച്ചു എന്ന് സംശയം. പിന്നെ പറയുന്ന പോലെ ഡ്രൈവ് ചെയ്യണം, ഫ്ലാറ്റ് അല്ലെങ്കിൽ കാർ ആണെങ്കിൽ ഡ്രൈവ് ചെയ്യണമെന്ന് പറയുന്നുണ്ട്. പിന്നെ ഈ പറയുന്ന പോലെ ഓഫീസ് ആണെങ്കിൽ അവിടെ സ്റ്റാഫ് ഇല്ലേ, ആളുകൾ വരില്ലേ, അതൊന്നും ഇവർക്ക് ഓക്കെ അല്ല എന്ന തരത്തിലാണ് ഈ ചാറ്റ് ചെയ്തിരിക്കുന്നത്. ഈ പറയുന്ന പോലെ സേഫ് ആയിട്ടുള്ള പ്ലേസ് വേണം. ഇനിയിപ്പോ രാഹുലിന്റെ കാർ എടുത്ത് വരണ്ട, MLA ബോർഡ് ഉണ്ട്, എന്റെ ഫ്രണ്ടിന്റെ എന്റെ കാർ കൊണ്ടുവരാം എന്നടക്കം ഈ പരാതിക്കാരി പറയുന്നുണ്ട്. ഇതാണ് ഫെനി പുറത്തു വിട്ടിരിക്കുന്നത്. ഇതേ കാര്യങ്ങളൊക്കെയാണ് തിരിച്ച് നേരത്തെ രാഹുലിന്റെ തലയിൽ ആരോപിച്ച് പരാതിയിലുണ്ടായിരുന്നു. ഇപ്പോ ഫെനി ആ ചാറ്റ് പുറത്തുവിട്ടിട്ടുണ്ട്, പക്ഷെ ഫെനി എവിടെയും പേരൊന്നുമില്ല, കാര്യം എല്ലാം ഹൈഡ് ചെയ്തുകൊണ്ടാണ് ഫെനി പറയുന്നത്. ഇതിന്റെ അകത്ത് ചോദിക്കാൻ, അല്ലെങ്കിൽ ഞാൻ ചോദിക്കുന്ന ഒരു ചോദ്യം, ചേച്ചി ഈ പറയുന്ന പോലെ ഈ ആദ്യം പറഞ്ഞ എന്താണ്, ഇവരുടെ പരാതി, ഇവരുടെ FIRന്റെ അകത്ത് സമ്മതമില്ലാതെ റൂമിൽ വിളിക്കുകയും ഇവരെ കൊണ്ട് റൂം എടുപ്പിക്കുകയും വളരെ മൃഗീയമായി ഡോർ തുറന്ന ഉടനെ ഇവരെ ആക്രമിച്ചു അല്ലെങ്കിൽ ബലാത്സംഗം ചെയ്തു എന്നാണ് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ബലാത്സംഗം ചെയ്തു 2024 ഏപ്രിൽ ബലാത്സംഗം ചെയ്ത ഇവർ എന്താവശ്യത്തിന് 2025 ഒക്ടോബറിൽ ഈ പറയുന്ന രാഹുൽ മാങ്കൂട്ടത്തിനെ കാണണമെന്ന് ഫെനിയോട് പറഞ്ഞു എന്നൊരു ചോദ്യം ബാക്കിയാണ്. ഇനി പ്രതികാരം ചെയ്യാനായിരിക്കോ? തിരികെ ബലാത്സംഗം ചെയ്ത് പ്രതികാരം ചെയ്യാനായിരിക്കോ? അറിയില്ല. അല്ല, എന്താവശ്യത്തിന് ഈ പറയുന്ന പോലെ ചേച്ചി നമ്മളെ ക്രൂരമായി ഉപദ്രവിച്ച ഒരാളെ കാണാൻ നമ്മൾ തയ്യാറാവോ? ഇല്ല. അവിചാരിതമായി പോലും അങ്ങനെ ഒരാളെ കാണണമെന്ന് ആരെങ്കിലും സ്ത്രീകൾ ആഗ്രഹിക്കും, അല്ലെങ്കിൽ അതിന് പ്രതികാരം ചെയ്യാനായിരിക്കാം. അങ്ങനെ ചേച്ചി, അങ്ങനെയാണെങ്കിൽ പ്രതികാരം ചെയ്യാനാണെങ്കിൽ ഈ പരാതി വരുന്നത് ജനുവരിയിലല്ലേ, ഇവർ കാണണമെന്ന് പറഞ്ഞ ഒക്ടോബർ മാസത്തിലല്ലേ, ഇത്രയും നാൾ ഇവർ എന്തുകൊണ്ട് അങ്ങനെയാണെങ്കിൽ പ്രതികാരം ചെയ്തില്ല എന്നൊരു ചോദ്യമില്ലേ? ഏപ്രിൽ നടക്കുന്ന ഈ ഒക്ടോബർ വരെ 1 വർഷത്തിന് ഇപ്പുറം ഇവരെന്ത് ചെയ്തു, അല്ലെങ്കിൽ 1 വർഷം ഇവർ എന്തുകൊണ്ട് ഒന്നിനും വന്നില്ല എന്നൊരു ചോദ്യമില്ലേ? അപ്പൊ ഇതിന്റെ അകത്ത് എന്തൊക്കെയോ നിഗൂഢതകൾ ഉണ്ട് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഈ 3 പരാതിയും ഏകദേശം ഒരേ സ്റ്റൈലിലുള്ളതാണ്, എല്ലാം ഒരേ പാറ്റേണിലാണ് രാഹുലിനെ വർണ്ണിച്ചിരിക്കുന്നത് തന്നെ അതിന് പറയേണ്ടേ ഉള്ളൂ. ഒരേ പാറ്റേണിലാണ് രാഹുലിനെ വർണ്ണിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ ഈ പറയുന്ന പോലെ എനിക്ക് മനസ്സിലാവാത്ത മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, ഈ പറയുന്ന പോലെ പലരും ഫേസ്ബുക്ക് കുറിപ്പിലൊക്കെ കുഞ്ഞുങ്ങളുടെ പേരൊക്കെ മെൻഷൻ ചെയ്തിട്ട് ഫേസ്ബുക്ക് കുറിപ്പിടുന്നു. ചേച്ചി ഈ പറയുന്ന പ്രഗ്നൻസി ടെസ്റ്റ് ചെയ്തപ്പോ തന്നെ അവർ കുഞ്ഞിന് പേര് വിട്ടു, ലിംഗനിർണയവും നടത്തി. ഈ മാജിക് വിദ്യ ഇവർക്കൊക്കെ എവിടെ നിന്ന് അറിയാമെന്ന് അറിയില്ല. ഇതിന് ഒരു ലാബ് തുറന്നാൽ മതി, പ്രഗ്നൻസി ടെസ്റ്റ് ചെയ്യുമ്പോൾ തന്നെ ലിംഗനിർണയം നടത്തി കുഞ്ഞിന് പേരിടൽ നടത്താമല്ലോ. അല്ല, ഞാൻ പറയുന്നത് ചേച്ചി ഇതിനൊക്കെ അപ്പുറം അവര് പേരിട്ടു എന്താണ് കുഞ്ഞിനെ ഈ പറയുന്ന പോലെ മൃഗീയമായി ബലാത്സംഗം ചെയ്ത ഒരാളുടെ കുട്ടിയോട് എങ്ങനെയാണ് ഈ സ്നേഹം ഇവർക്കുണ്ടാവുന്നത്? ഇപ്പൊ ചേച്ചി ഒന്ന് ആലോചിച്ച് നോക്ക്, എന്നെ ഒരാൾ മൃഗീയമായി റേപ്പ് ചെയ്യുന്നു, ഞാൻ എന്താണ് ഈ പറയുന്ന പോലെ അതിലൂടെ പ്രഗ്നന്റ് ആകുമ്പോൾ എനിക്ക് ആ കുട്ടിയോട് സ്നേഹം തോന്നുന്നു. എനിക്കത് മനസ്സിലാകുന്നില്ല. ഇനി തോന്നുന്നു എനിക്കറിയില്ല, ചിലപ്പോ എന്റെ ചിന്താഗതിയുടെ പ്രശ്നമായിരിക്കും. തോന്നുന്ന അമ്മമാരും മീൻസ് കുട്ടി എന്ന് പറയുന്നത് അത് അത്ര സ്നേഹം. പക്ഷെ ഇതൊക്കെ പഴയ കാലത്ത് പറഞ്ഞാൽ വിശ്വസിക്കാം. ഇപ്പോഴത്തെ കാലത്ത് ഇവിടെ പല കണക്കുകളും സൂചിപ്പിക്കുന്നത് ഇതൊക്കെ ലിവിങ് ടുഗദറും എന്തോ ഫ്രണ്ട്ഷിപ്പ് വിത്ത് ബെനിഫിറ്റ്സ്, ഇതൊക്കെ കാഷ്വൽ ആയിട്ട് കാണുന്ന യുവതലമുറയാണ് ഇവിടെ ഉള്ളത്. അവരൊക്കെ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് കേൾക്കുമ്പോൾ അതിശയം തോന്നുവാണ്. ഈ പറയുന്ന പോലെ ഇനിയിപ്പോ എന്താണ്, രാഹുൽ തെറ്റുകാരനാണോ അല്ലേ എന്നുള്ളൊരു ചോദ്യമുണ്ട്. ഇനിയിപ്പോ മറ്റൊരു തരത്തിൽ നോക്കിയല്ലോ, നമ്മുടെ എന്താണ് ഈ പറയുന്ന പോലെ രാഹുൽ തെറ്റുകാരനാണെന്ന് കോടതി പൂർണ്ണമായി പറഞ്ഞാൽ മാത്രമേ നമുക്കത് വിശ്വസിക്കാൻ കഴിയൂ. കാര്യം ആദ്യത്തെ 2 പരാതിയിലും
രാഹുലിന് ജാമ്യം കിട്ടിയതാണ്. മൂന്നാമത്തെ പരാതിയാണ് ഇപ്പോൾ ഈ വന്നിരിക്കുന്നത്. ഈ 3 പരാതിയും ഒരേ പാറ്റേൺ ആണ്. അപ്പൊ രാഹുലിന് ഈ പറയുന്ന പോലെ ഈ പരാതിക്കാർ ഈ പറയുന്ന പോലെ രാഹുലിന് ഇങ്ങനെ ഒരു ക്യാരക്ടർ ഉള്ള ആളാണ് എന്ന് വരുത്തി തീർക്കാൻ ശ്രമിക്കുന്നതാണോ? ഈ ഫെനിയുടെ ചാറ്റ് ഉണ്ട്. കാര്യം ക്രൂരമായി ബലാത്സംഗം ചെയ്ത ഒരാൾ ഈ FIR വായിച്ചാൽ നമുക്ക് ഒരുതരം ഭയം തോന്നും. അത്തരത്തിലാണ് ആ FIR കിടക്കുന്നത്. ആ FIR ഇങ്ങനെ പറഞ്ഞിട്ട് മറുവശത്ത് ഈ പറയുന്ന പോലെ ഫെനിയോട് ചോദിക്കുന്നു, അല്ലെങ്കിൽ ഒരു വർഷം ഏപ്രിൽ കഴിഞ്ഞ കാര്യം ഒക്ടോബറിൽ ചോദിക്കുന്നു, അടുത്ത വർഷം ഒക്ടോബർ ആകുമ്പോൾ അല്ലെങ്കിൽ ഒക്ടോബർ ചോദിക്കുന്നു എനിക്ക് രാഹുലിനെ ഒന്ന് കാണണം. അപ്പൊ ഇവർക്ക് എങ്ങനെയാണ് ധൈര്യം വന്നത് രാഹുലിനെ ഒറ്റയ്ക്ക് കാണാൻ? പിന്നെ ഞാൻ ഈ അടുത്ത ദിവസം, അതായത് രാഹുലിന്റെ അറസ്റ്റ് കഴിഞ്ഞതിന് ശേഷം ഒരു മാധ്യമ സഖാവിനെ ജസ്റ്റ് കണ്ടപ്പോൾ, അതായത് ഈ വാർത്ത ഇത്രയധികം ആഘോഷിച്ച ഒരു മാധ്യമ സ്ഥാപനത്തിലെ ഒരു മാധ്യമ സഖാവിനോട് വെറുതെ ചോദിക്കുകയാണ്, ഈ രാഹുൽ വിഷയത്തിൽ ഇത്രയധികം ഈ ഒരു ആവേശം മാധ്യമങ്ങൾ കാണിക്കേണ്ട ആവശ്യമുണ്ടായിരുന്നോ? പോലീസ് ആയാലും രാഹുലിനെ അറസ്റ്റ് ചെയ്യുമ്പോൾ ഇത്രയധികം ഇതിന്റെ ആവശ്യമുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ, പിന്നെ കാണിക്കണ്ടേ, ഇതൊന്നും അല്ല, ഇനിയും ഒരുപാട് 12ഓളം കേസുകൾ ഇതുപോലെ വേറെയുമുണ്ട്, അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നുള്ള ആവേശം കൊള്ളുകയാണ്. ഇതിനകത്ത് വേറൊരു കാര്യമുണ്ട്. ഒരു പ്രമുഖ ചാനൽ പറഞ്ഞിട്ടുണ്ട് അവരുടെ കയ്യിൽ ഇനിയും കേസുകളുണ്ട്, അവരത് ഓരോ മീൻസ് അവര് തെരഞ്ഞെടുപ്പിന് മുന്നേ, അങ്ങനെയല്ല, മീൻസ് അവര് ഡയറക്റ്റ് ആയിട്ട് പറഞ്ഞല്ല, ഞങ്ങളുടെ കയ്യിൽ കേസുകളുണ്ട്, അത് പലർക്കും അറിയാം, അവര് തന്നെ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ വേറൊരാളുമായി, ഒരു മാധ്യമ പ്രവർത്തകനുമായി സംസാരിച്ചപ്പോൾ പറഞ്ഞത് കേസുകളുണ്ട് ഇനിയും വരാൻ, ഞങ്ങളത് ഹോൾഡ് ചെയ്തിരിക്കുകയാണ്, കുറച്ച് എന്താണ് തെരഞ്ഞെടുപ്പ് നേരത്തെ പറഞ്ഞ പോലെ EMI സ്കീമിലാണ്. അപ്പൊ ഞാൻ ആ പറഞ്ഞ ആളോട് ചോദിച്ചു, അതിൻ്റെ അകത്ത് എന്ത് ധാർമ്മികതയാണുള്ളത് നിങ്ങൾ ഈ ചെയ്യുന്നതിനോട്? രാഹുലിനെ തകർക്കാനോ തെരഞ്ഞെടുപ്പ്, ഇതിനൊക്കപ്പുറം ഇര എന്ന് പറയുന്ന അവർക്ക് നീതിക്ക് വേണ്ടിയല്ലേ പോരാടേണ്ടത്? അപ്പൊ പറഞ്ഞു ഇത് രാഷ്ട്രീയമായിട്ട് കൂടി നിൽക്കുന്നില്ല. ഏത് ഇരയ്ക്കെന്ത് നീതി വേണം? ഇവരുടെ നീതി എന്ന് പറയുന്നത് രാഹുലിനെ ഇല്ലാതാക്കുക എന്നതിലപ്പുറം ഒരു നീതി ഇവർ ആഗ്രഹിക്കുന്നില്ല എന്നതാണ് ഇതിലെ പച്ചയായ പരമാർത്ഥം. ഇതറിയാതെ, അതായത് ഇതിൽ ഇൻവോൾവ് ആയിട്ടുള്ളവരല്ലാത്ത, ഇപ്പൊ മാധ്യമ പ്രവർത്തകരെല്ലാം ഇത് അറിഞ്ഞുകൊണ്ടാണ് ഇതിന് കീജെ വിളിച്ച് പലതരം പോസ്റ്റുകൾ ഇടുന്നത്. പക്ഷെ ഇതൊന്നും അറിയാതെ സ്ത്രീകളുണ്ടല്ലോ, പല സ്ത്രീകളും സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവ് ആയിട്ടുള്ള പല സ്ത്രീകളും ഒരു സ്ത്രീയുടെ ദുഃഖം, ഒരു സ്ത്രീ അനുഭവിക്കുന്ന ബുദ്ധിമുട്ട്, വിഷമം, മാതൃത്വത്തിന്റെ അതൊക്കെ കരുതി ഒരു പോസ്റ്റുകൾ എഴുതുന്നുണ്ട്. പക്ഷെ ഇവരെല്ലാം വഞ്ചിക്കപ്പെടുകയാണെന്ന് ഈ എഴുതുന്നവർ അറിയുന്നില്ല. ഇത് വെറും ഒരു ട്രാപ്പിലാക്കി ആടിനെ പട്ടിയാക്കുന്ന, പിന്നെ പട്ടിയെ പേപ്പട്ടിയാക്കുക, എന്നിട്ട് നാട്ടുകാർക്ക് കല്ലെറിഞ്ഞു കൊല്ലാൻ ഇട്ടുകൊടുക്കുക എന്ന ഒരു നയമാണ് ഇവർ ഇതിൽ സ്വീകരിച്ചിരിക്കുന്നത്. ഇത് രാഹുലിനെ മാത്രമല്ല, രാഹുലിലൂടെ ഷാഫി പറമ്പിലിനെയും ഇല്ലാതാക്കണം എന്നുള്ളൊരു ലക്ഷ്യം ഈ കേസുകൾക്ക് പിന്നിലുണ്ട്. പക്ഷെ എന്തുകൊണ്ടോ ഷാഫി അതിലൊരു കാര്യമുണ്ട്. ഈ പറയുന്ന പോലെ ഈ മാധ്യമ സഖാക്കൾക്ക് തെറ്റിയത് അല്ലെങ്കിൽ ചുവട് പിഴച്ചത് ഇവർ കരുതി VD സതീശനും ഷാഫി പറമ്പിലും രാഹുലിനെ ചുമന്ന് നടക്കും. അതെ, രാഹുലിനെ ഇവർ ചുമന്ന് നടക്കുമെന്ന് പ്രതീക്ഷിച്ചെടുത്താണ് അവർക്ക് തെറ്റിയത്. രാഹുലിനെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയതിലൂടെ ഇവരുടെ ആ ഒരു ലക്ഷ്യമാണ് ഇവിടെ തകർന്നടിഞ്ഞത്. ഇവർ ഉറപ്പായിട്ട്, അതായത് കോൺഗ്രസിന്റെ നട്ടൽ എന്ന് തന്നെ പറയാവുന്ന രീതിയിൽ ഉണ്ടായിരുന്ന ഒരു യുവനിരയായിരുന്നു ഷാഫി, രാഹുൽ തുടങ്ങിയ ഒരുപാട് നിരവധി യുവ നേതാക്കന്മാർ. അതിൽ രാഹുലിലൂടെ ഷാഫിയിലെത്തി ഷാഫിയെ രാഹുലിനെ തീർക്കുക, അത് കഴിഞ്ഞ് അവരുടെ അർത്ഥ ലക്ഷ്യങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷെ അതിൽ ഇവർക്ക് തെറ്റുപറ്റിപ്പോയി. പക്ഷെ അപ്പോ അവര് എന്തായാലും രാഹുലിനെ കിട്ടിയല്ലോ, അവനെ അങ്ങ് തീർത്തേക്കാം എന്ന മട്ടിലാണ് ഇവര് പതിയെ ഓരോ കേസുകളായിട്ട് തെളിവുകളുമായി വരുന്നത്. പക്ഷെ ഇത് എന്തൊക്കെ കൊണ്ടുവന്നാലും രാഹുലിനെതിരെ അയാളെ ജാമ്യമില്ലാതെ അകത്തിടാൻ പറ്റുന്നതൊന്നും നിലനിൽക്കില്ല എന്നുള്ളത് ഇവർക്കും അറിയാം. പക്ഷെ ഈ ഒരു കാലഘട്ടത്തിൽ അയാളെ രാഷ്ട്രീയത്തിൽ ഇല്ലാതാക്കുക എന്ന ഒരു ലക്ഷ്യം അവർക്ക് പ്രാവർത്തികമാക്കാൻ കഴിയുമെന്ന് തന്നെയാണ് തോന്നുന്നത്.